നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുകയാണ്. എന്നെ ഏറ്റവും അധികം ഇന്ന് ആകർഷിച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. നിറഞ്ഞ ഓണാശംസകൾ, സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയാവുന്ന മനോഹരമായിട്ടുള്ള ഓണം, അതിന്റെ എല്ലാ സ്നേഹാശംസകളും നേരുകയാണ്. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട റസാഖ് മാഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ DCC പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട MLA പ്രവീൺ കുമാർ, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന നടുവത്തൂരിലെ ക്ഷേത്രകുളത്തിന്റെ പരിസരത്താണ് ഞങ്ങളിപ്പോ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട പാറക്കല് ഇപ്പം വലിയ സന്തോഷത്തിലാണ്. ഇനി 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. സൂരജ് ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളിതാണ്. ഉച്ചക്കാവുമ്പോ സദ്യ തരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് 2 ഇഡ്ഡലിയും തന്നിട്ട് പറഞ്ഞേക്കുള്ള പരിപാടിയാണ്. സൗത്തിന്റെ സ്വന്തം MLA ഇവിടെ ഉണ്ട്. പേരാമ്പ്രയുടെ ഒറ്റ പേര്. എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ? രമേശുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നൂറ്റാണ്ടുകളിലെ പഴക്കമുള്ളൊരു കുളമാണ്. അതിന്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ കൂടെ വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തില് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ KK രമയുണ്ട്, ഫാത്തിമ തഹലിയുണ്ട്, പ്രവീൺ കുമാറുണ്ട്. അങ്ങനെ കോഴിക്കോട്ടെ ജനപ്രതിനിധികൾ, MLA മാർ, കോഴിക്കോട്ടെ MLA മാർ ഒരുമിച്ച് അവര് എന്തൊരു നിറഞ്ഞ ആഹ്ലാദത്തിലാണ് ഓണ ആശംസകൾ നേരുന്നത് അല്ലെ. ആ കൂട്ടായ്മയുടെ പ്രതീക്ഷയുടെ ഒക്കെ ആ ഒരു തിരുവോണ ആശംസകൾ ഷാഫി പറമ്പിൽ നേരുമ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ സർക്കാരിന്റെ 100 ദിവസം, അതായത് ഇന്നലെയാണ് 100 ദിവസം പിന്നിടുന്നത്. 100 ദിവസം പിന്നിടുമ്പോൾ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിന്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഈ തിരുവോണം ആഘോഷിക്കുന്നത്. സാധാരണ നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മാവേലി സ്റ്റോറുകളിൽ, സിവിൽ സപ്ലൈസിലൊന്നും ഒരു സാധനവും ഇല്ലാതെ ഇല്ല എന്ന് ബോർഡിൽ രേഖപ്പെടുത്തിയതിന്റെ പേരിൽ അത് എഴുതിയ ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പിണറായി സർക്കാരായിരുന്നു. ഒരു സാധനവും മാവേലി സ്റ്റോറിൽ കിട്ടാനില്ലായിരുന്നു. ജനങ്ങൾ ആകെ അസംതൃപ്തരായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഏറ്റവും റെക്കോർഡ് വിൽപ്പനയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഉണ്ടായത്. ജനങ്ങളാകെ ആഹ്ലാദ തിമിർപ്പിലാണ്. കർഷകർക്ക് അവരുടെ കുടിശ്ശിക കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ അസംഘടിത തൊഴിലാളികൾക്കുൾപ്പെടെ ഓണം ആഘോഷിക്കാൻ കൈനിറയെ സമ്മാനങ്ങളുമായി, അല്ലെങ്കിൽ കൈനിറയെ അതിനാവശ്യമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെയായാണ് VD സതീശൻ സർക്കാർ ഇത്തവണ ഈ ഓണത്തെ